ഹലോ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സലീം. ഇത് റെജീന പെരുമ്പാവൂരാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ടൂറ് പോക്കുക എന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മൾക്ക് കുറച്ച് പ്രായമായ ആളുകൾക്കും അല്ലാത്തവർക്കും സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ടൂർ പോകാൻ വലിയ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾക്കങ്ങനെ ആഗ്രഹങ്ങൾ വെച്ചെങ്കിലും പക്ഷേ നമ്മൾ ഈ പാക്കേജിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ടൈമില്ലായ്മ അതുപോലെ തന്നെ എക്സ്പെൻസീവ്. അതുകൊണ്ട് നമ്മൾക്ക് ഞങ്ങൾ പോകുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ എങ്കിൽ നല്ലതായിരിക്കും എന്നവർക്ക് പറയുന്നതാണ്. അതായത് ഞങ്ങൾ പല സ്ഥലത്തും പോകാറുണ്ട്, പക്ഷെ അന്നൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ പോകുന്നത് പഞ്ചാബ്, അമൃത്സർ, പട്യാല, ലുധിയാന, കൽക്ക, ഷിംല ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ നെറ്റിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള എവിടേക്കാണ് നമ്മൾ താമസിക്കുന്നത്, എത്ര ദിവസം താമസിക്കണം, എത്ര പേര് കാണാനുണ്ട്, ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തു, അവിടത്തേക്ക് നമ്മൾ റൂം ബുക്ക് ചെയ്തു. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു പാക്കേജിൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ടൈം കാണാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള ടൈം കിട്ടിയെന്നിരിക്കില്ല. കാരണം നമ്മൾക്കൊന്ന് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെയുള്ള ഇതാണ്, നമുക്ക് ഒരു കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റില്ല. സിംഗപ്പൂരിൽ ചെന്നപ്പോൾ ഉള്ള ഒരു അനുഭവം പലരും വന്ന് പറഞ്ഞപ്പോൾ വളരെയധികം ഞങ്ങൾ പോയൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെ ഓരോരുത്തരും അവിടെ വന്നിട്ട് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് ജസ്റ്റ് വണ്ടി കയറ്റി കൊണ്ടുവന്ന് ഓരോ സ്ഥലങ്ങളിൽ ഇറക്കുന്നു, അവിടുന്ന് പറയുന്ന ടൈമിൽ കയറണം. അങ്ങനെ അവർ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എൻജോയ് ചെയ്യാൻ ഇഷ്ടം. അവിടെ കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ്. ആ മെട്രോയിൽ എവിടെ വേണമെങ്കിലും പോയി ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും പോയി കംപ്ലീറ്റ് കറങ്ങി എല്ലാ സ്ഥലങ്ങളും കണ്ടു. നമുക്കവിടെ ടാക്സി അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പെൻസീവ് ഇല്ല, കാരണം എല്ലാം നമുക്ക് മെട്രോ വഴി എവിടെയും ചെല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് വിശദമായിട്ട് നമ്മുടെ എക്സ്പെൻസീവിൽ നമുക്ക് എവിടെ നിൽക്കണം, ഏത് കോസ്റ്റിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് ആലോചിച്ച് വേണ്ടതിൽ നമുക്ക് തീരുമാനിച്ച് നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ നമുക്ക് ടൂർ പോകാൻ പറ്റും. അപ്പോൾ അത് ഞങ്ങൾ പല സ്ഥലത്തും പോയെങ്കിലും ഇതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ പലരും നിർബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ പിടിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ 10-25 ദിവസത്തെ പരിപാടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗുജറാത്ത്, നേപ്പാൾ, ഗരാപൂരൊക്കെ പോയിരുന്നു, പക്ഷെ അന്നൊന്നും പിടിക്കാൻ പറ്റിയില്ല. അതും ഒരു 28 ദിവസത്തെ പരിപാടിയായിരുന്നു. പോകുന്നത് കംപ്ലീറ്റ് ഞങ്ങൾ ട്രെയിനിനാണ് പോകുന്നത്. ട്രെയിൻ കറക്റ്റ് നമ്മളെ ഇതനുസരിച്ച് AC കോച്ചാണ്, AC കോച്ച്, സ്ലീപ്പർ ഏതാ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബുക്ക് ചെയ്ത് നമുക്ക് എവിടെ ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ ഇറങ്ങി അവിടെ ചെന്നിട്ട് അവിടെ നമ്മൾ ടൈം അനുസരിച്ച് നമ്മൾ പോകുന്നതനുസരിച്ച് നമ്മൾ അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പോകുന്നത് വെച്ചാൽ അവിടെ നിന്നൊക്കെ ട്രെയിൻ ബുക്ക് ചെയ്താണെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ബുക്ക് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കും. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്. ഇപ്പോൾ ഞങ്ങൾ നാളെ സിംഗപ്പൂരൊക്കെ പോയിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് മെട്രോയുടെ ടിക്കറ്റ് എടുത്തു. മെട്രോയുടെ അൺലിമിറ്റഡ് ടിക്കറ്റ് എന്തോരം വേണം യാത്ര ചെയ്യാം. അതുപോലെ ബസ്സിനും ആ ടിക്കറ്റ് കൊണ്ട് തന്നെ ആ കാർഡ് കൊണ്ട് തന്നെ ബസ്സിനും പോകാം. അപ്പോൾ അങ്ങനെ എവിടെ വേണമെങ്കിലും പോയി നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഞങ്ങൾ ഇനി പോകാത്ത സ്ഥലങ്ങളില്ല അവിടെ. അത്ര ക്ലിയർ ആയിട്ട് എൻജോയ് ചെയ്തു. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എത്രയോ കാശ് ചിലവാക്കി ഓരോ സ്ഥലങ്ങളിൽ പോയി ടൂർ പോയെങ്കിലും നമുക്ക് എൻജോയ് ചെയ്ത് കംപ്ലീറ്റ് നമുക്ക് കണ്ട് മതിയാക്കി പോരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല ഈ പാക്കേജിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ഇച്ചിരി പ്രായമൊക്കെയുള്ള ആളാണെങ്കിലും ഞങ്ങൾ അത് വളരെ എൻജോയ് ചെയ്താണ് പോയി തിരിച്ചു വരുന്നത്. അപ്പോൾ അതിലും പ്രയോജനം പെട്ടെങ്കിൽ പെട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ഹിന്ദി അറിഞ്ഞിരിക്കണം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും നമ്മളെ കേരളം വിട്ട് നമ്മൾ വേറെ എവിടെയോ ഈ നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ കേരളക്കാരാന്ന് പറയുമ്പോൾ നല്ല റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും വളരെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സേഫായിട്ട് സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. അത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. ബാക്കി കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ യാത്ര തുടങ്ങാൻ പോണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് ട്രെയിൻ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാണിച്ചു തരാം. താങ്ക് യു.